രമേശേ, സമയം കളയാതെ പെട്ടെന്ന് പറഞ്ഞു. നീയാണോ മാല എടുത്ത് നീയാണോ പറ. സർ, വീട്ടിൽ അങ്ങനെയായി പോയി സാർ. എനിക്ക് അങ്ങോട്ട് സാർ പോയി സാർ. പക്ഷെ ആ മാല ഞാനല്ല സാർ എടുത്തിരിക്കുന്നത്. രമേശെ, കാര്യമായിട്ട് ഞാൻ പറയുന്നത്, സമയമില്ല, അടി ഇട്ടിട്ട് ആകാനുള്ള ആവശ്യമില്ല. നീ ഇപ്പൊ തന്നെ പറഞ്ഞു, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ മാല നിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ? നീ ചേച്ചി ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആ മാല നീ എടുത്തേത് പെട്ടെന്ന് പറഞ്ഞു. സമയമില്ല, പെട്ടെന്നായിക്കോട്ടെ സാർ. ആ ചേച്ചിനെ എനിക്ക് അറിയത്തു പോലില്ല. ഞാൻ എന്തിനാ മാല എടുക്കുന്നത്? എനിക്കതിന് അറിയത്തു പോലില്ല. രാജ്യം ഞാൻ കണ്ടിട്ട് പോലില്ല. രാജ്യം അയൽക്കത്ത് പഠിക്കാൻ ആവശ്യം ഞാൻ എന്തിനാ സാർ അങ്ങനെയൊന്നും പറയരുത്. രമേശേ, നീ ഇട്ടി വാങ്ങിച്ചിട്ട് പോകും പെട്ടെന്നായിരുന്നു. സമയമില്ല, എനിക്ക് അടുത്ത ആൾക്കാർക്ക് പോകണം. നീ പെട്ടെന്ന് പോകും. നീ സ്ഥിരം പുള്ളിയാണ്. മാല മോശം ഫേമസ് ആണ്. അതുകൊണ്ടാണ് എന്നോട് ചോദിക്കണേ. നീ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു പറഞ്ഞു. ചുമ്മാ ഇട്ടി വാങ്ങിയ കേട്ടോ സാർ. എന്ത് സാർ, ഞാൻ ഒന്നങ്ങനെ പറ്റിപ്പോയല്ലോ സാർ. എന്ന് വെച്ചാൽ എല്ലാ മാലയും ഞാൻ മോശം പറയാൻ പറ്റും സാർ. അതെന്ത് സാർ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ കൊച്ചിക്കാരല്ലോ സാർ. എന്തെങ്കിലും സാർ. രമേശേ, പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് തന്നോ? തരണേ ഞാൻ പറഞ്ഞേ. സാർ ഇല്ല സാർ. സാർ ഇല്ല സാർ. ഞാൻ എടുത്തിട്ടില്ല സാർ. ഞാനല്ല സാർ. ഞാൻ എടുത്തു പറയാറില്ല സാർ. എപ്പോഴെങ്കിലും സാറിന് കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിടിക്കപ്പെട്ട കള്ളം പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല സാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിന്നോട് ഞാൻ ബിജുവേട്ടൻ്റെ ജ്വല്ലറി കൊണ്ട് കൊടുത്തേക്ക. പൈസ ചേച്ചി എത്ര പൗണ്ടാണ്? ഒരു പവൻ കടയുണ്ടാവും. ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയിൽ കേട്ടോ.